നമ്മൾ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ നമ്പർ 86 ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 86. ഇൻ്റഗ്രൽ ഓഫ് 2 cos x minus 3 sin x 6 cos x 4 sin x dx. Integral of 2 cos x minus 3 sin x divided by 6 cos x plus 4 sin x dx. ഡിനോമിനേറ്റർ പുട്ട് ചെയ്യാം. ശരിക്കും നോക്കട്ടോ പുട്ട് ചെയ്യുന്ന 6 cos x plus 4 sin x is equal to t. നെറ്റീന്ന് പുട്ട് ചെയ്യും. ഡിഫറൻസിയേഷൻ നടത്തുമ്പോൾ 6 കോൺസ്റ്റൻ്റ് ആണ്. 6 കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്, 4 സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്, അതാണ് ഡിഫറൻസിയേഷൻ. പിന്നെ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ടി. ഇപ്പോൾ കിട്ടുന്നത് -6 സൈൻ എക്സ് പ്ലസ് 4 കോസ് എക്സ്, -6 സൈൻ എക്സ് പ്ലസ് 4 cos x dx is equal to dt. അല്ലെങ്കിൽ ഇതിന് അങ്ങോട്ട് 4 cos x ആദ്യം ചെയ്താണെങ്കിൽ 4 cos x minus 6 sin x dx is equal to dt എന്നും പറയാം. ഒരു 2 പുറത്തെടുക്കുകയാണെങ്കിൽ 2 cos x minus 3 sin x dx is equal to dt. അല്ലെങ്കിൽ 2 cos x minus 3 sin x dx is equal to dt divided by 2 ഉണ്ടാവും. ഇനി ഇങ്ങോട്ട് വരാം. ഫിസിക്കൽ ഇൻ്റഗ്രൽ ഓഫ് 2 cos x minus 3 sin x dx. അങ്ങനെ പറഞ്ഞാൽ 2 cos x minus 3 sin x dx എന്ന് പറഞ്ഞാൽ dt by 2 എന്നാണ്. ഹോൾ ഡിവൈഡഡ് ബൈ ദ ടി ആണ്. 6 cos x plus 4 sin x ടി എടുത്തുണ്ട്. ഇവിടെ നമ്മൾ 1/2 പുറത്തെടുത്താൽ 1/2 ഇൻറ്റു ഡി ടി ബൈ ടി എന്നുണ്ടാവും. ഡി ടി ബൈ ടി എന്ന് പറഞ്ഞാൽ 1/t. 1/t എന്ന് പറഞ്ഞാൽ ലോഗ് മോഡ് ടി. 1/2 ഇൻറ്റു 1/t ഡി ടി അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. ഈക്വൽ ടു 1/2 ഇൻറ്റു 1/xൻ്റെ ലോഗ് മോഡ് എക്സ്. അപ്പോൾ 1/tൻ്റെ ലോഗ് മോഡ് ടി പ്ലസ് സി. ഒരു സ്റ്റെപ്പ് കൂടിയും 1/2 ഇൻറ്റു ലോഗ് മോഡ് ടി. ടി എന്ന് പറഞ്ഞാൽ 6 cos x പ്ലസ് 4 sin x പ്ലസ് സി. അതാണ് ഇതിൻ്റെ ആൻസർ. 1/2 ഇൻറ്റു ലോഗ് മോഡ് 6 cos x പ്ലസ് 4 sin x പ്ലസ് സി. ഒന്നുകൂടിയും ക്വസ്റ്റ്യൻ 2 cos x minus 3 sin x divided by 6 cos x plus 4 sin x dx എന്നാണ് ക്വസ്റ്റ്യൻ. ഡിനോമിനേറ്റർ പുട്ട് ചെയ്യുക. 6 cos x plus 4 sin x ന് ടീന്ന് പുട്ട് ചെയ്യുക. പുട്ട് ചെയ്താൽ പിന്നെ ഇവിടെ ഡിഫറൻസിയേഷൻ നടത്തണം. അന്നേരം ഇവിടെ ഇതിൻ്റെ ഡെറിവേറ്റീവ് 6 ഇൻറ്റു കോസിൻ്റെ മൈനസ് സൈൻ എക്സ് പ്ലസ് 4 ഇൻറ്റു സൈൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്, പിന്നെ ബ്രാക്കറ്റിൽ ഡി എക്സ് ഇസിക്കൽ ഡി ടി എഴുതാം. അപ്പോൾ -6 sin എക്സും ഇവിടെ പ്ലസ് 4 കോസ് എക്സും ഡി എക്സ് ഇസിക്കൽ ഡി ടി. 4 cos x ആദ്യം ചെയ്താൽ 4 cos x minus 6 sin x dx dt. 2 പുറത്തെടുത്താൽ 2 പുറത്തെടുത്താൽ പിന്നെ 2 cos x minus 3 sin x dx dt. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 cos x minus 3 sin x dx dt by 2. ഈ ക്വസ്റ്റ്യന് മുകളിൽ 2 cos x minus 3 sin x dx എന്നാണ്. അതിനാണ് അവിടെ 2 cos x minus 3 sin x dx. അപ്പോൾ മുകളിൽ dt by 2 എന്നായി. dt by 2 ബൈ ഇത് ടി ആണ്. 6 cos x plus 4 sin x എന്ന് പറഞ്ഞാൽ ടി ആണ്. അപ്പോൾ ഡി ടി ബൈ 2 ബൈ ടി എന്നായി. 1/2 പുറത്തെടുത്താൽ ഡി ടി ബൈ 2 എന്നായി. ഡി ടി ബൈ 2 എന്നാൽ 1/t എന്നാണ്. 1/t ഡി ടി. അപ്പോൾ ഹാഫ് ഇൻറ്റു ഇൻ്റഗ്രൽ 1/t ഡി ടി. 1/xൻ്റെ ലോഗ് മോഡ് എക്സ്. അപ്പോൾ 1/tൻ്റെ ലോഗ് മോഡ് ടി ഉണ്ടാവും. 1/2 ലോഗ് മോഡ് ടി. ടീൻ്റെ അവസാനം ടീൻ്റെ വില കൊടുക്കുക. 1/2 ലോഗ് മോഡ് ടീൻ്റെ വില 6 cos x plus 4 sin x എന്ന വില കൊടുത്താൽ ആൻസറായി പ്ലസ് സി. ഇതാണ് ഇതിൻ്റെ ആൻസർ.
ഇപ്പോൾ ഡിനോമിനേറ്ററാണ് നമ്മൾ പുട്ട് ചെയ്യുന്നത്. ഡിനോമിനേറ്റർ പുട്ട് ചെയ്യുമ്പോൾ പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ സിംപ്ലിഫിക്കേഷൻ നടത്തുമ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് വന്ന് ഇവിടെ വരുന്നുണ്ട്. ഇപ്പോൾ 6 cos x + 4 sin x t എന്ന് പുട്ട് ചെയ്യുമ്പോൾ 6 കോസിൻ്റെ മൈനസ് sin x, 4 സൈൻ്റെ cos x എന്ന് എഴുതുക, 4 cos x - 6 sin x എന്ന് എഴുതുക, 4 cos x ആദ്യം എഴുതുക, 6 sin x പിന്നെ എഴുതുക. എന്നിട്ട് 2 പുറത്തെടുക്കുമ്പോൾ 2 cos x - 3 sin x dx എന്നായി. അവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും അവിടെ വരുന്നുണ്ട്. അങ്ങനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 cos x - 3 sin x dx dt/2 എന്നായി. അപ്പോൾ അത് ഇൻ്റഗ്രൽ dt/2/t എന്നായി. 1/2 പുറത്തെടുക്കുക, dt/t എന്നായി. dt/t എന്ന് പറഞ്ഞാൽ ലോഗ് മോഡ് t എന്നായി. ടീൻ്റെ വില കൊടുക്കുമ്പോൾ 1/2 ലോഗ് മോഡ് ടീൻ്റെ വില കൊടുക്കുക. 6 cos x + 4 sin x + c. ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 86. ക്വസ്റ്റ്യൻ നമ്പർ 87. ഇൻ്റഗ്രൽ ഓഫ് 1/cos x into 1 - tan x whole square dx. 1/cos x into 1 - tan x whole square dx. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ 1/cos x മുകളിലെത്തുമ്പോൾ sec x ഉണ്ടാവും. അപ്പോൾ sec x / 1 - tan x whole square dx. 1/cos x sec x എന്ന് എഴുതാം. 1/cos മുകളിൽ കോസിൻ്റെ റെസിപ്രോക്കലാണ് സീക്ക്. അപ്പോൾ cos മുകളിലെത്തുമ്പോൾ sec x എന്നാവും. 1 - tan x പുട്ട് ചെയ്യാം. ഡിഫറൻഷിയേഷൻ നടത്തുമ്പോൾ 1 0 ആണ്. tan x ഡെറിവേറ്റീവ് എന്താണ്? sec x എന്നാണ്. dx = dt. അപ്പോൾ -sec x dx = dt. sec x dx = -dt. is equal to integral of sec x dx minus dt by 1 - tan x t എന്നാണ്. t square minus dt by t square എന്നായി. മൈനസ് പുറത്തെടുത്താൽ dt/t square എന്നായി. മൈനസ് 1/t square എന്നായി. 1/t square t⁻² dt എന്നായി. ഇനി അത് ഇൻറ്റഗ്രേഷൻ നടത്തിയാൽ മതി. മൈനസ് t⁻²ൻ്റെ -2 + 1 ഉണ്ടാവും. t⁻², 1 കൂടി കൂട്ടിയാൽ -1. അപ്പം -t⁻1 ഡിവൈഡ് ബൈ -1 + c. കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്യാൻ്റെ നമ്മൾ പറയാം. അപ്പോൾ ഇവിടെ cos x മുകളിൽ പോയിട്ട് sec സ്ക്വയർ, കാരണം കോസിൻ്റെ റെസിപ്രോക്കലാണ് സീക്ക്. 1/cos എന്ന് പറഞ്ഞാൽ സീക്കാണ്. അപ്പോൾ 1/cos എന്ന് പറഞ്ഞാൽ sec സ്ക്വയർ എഴുതാണ്. അപ്പോൾ sec x dx പിന്നെ 1 - tan x whole square. ഈ 1 - tan x പുട്ട് ചെയ്യുന്നത്. 1 - tan x പുട്ട് ചെയ്താലും sec x തന്നെയാണ് വരിക. പക്ഷേ അപ്പോൾ ഈ 1 അവിടെ അങ്ങനെ കിടക്കും. അതുകൊണ്ടാണ് 1 - tan x പുട്ട് ചെയ്യുന്നത്. 1 - tan x പുട്ട് ചെയ്യുമ്പോൾ 1ൻ്റെ ഡെറിവേറ്റീവ് 0 ആയി പോകും. tan x ഡെറിവേറ്റീവ് sec x dx = dt എന്ന് എഴുതാം. അപ്പോൾ -sec x dx = dt. ഇപ്പം sec x dx -dt ഇങ്ങോട്ട് വരിക. മുകളിൽ sec x dx ആണ്. അപ്പോൾ അതിന് -dt എന്ന് എഴുതുക. ബൈ 1 - tan x t എന്നാണ്. 1 - tan x whole square ആകുമ്പോൾ t square എന്ന് എഴുതുക. മൈനസ് പുറത്തെടുക്കുക. അപ്പോൾ dt/t square എന്നായി. മൈനസ് പുറത്തുണ്ടേ. 1/t square എന്ന് പറഞ്ഞാൽ മുകളിലെത്തുമ്പോൾ t⁻² എന്നാവും. t⁻² ഇൻ്റഗ്രൽ t⁻² - 2 + 1. അപ്പോൾ t⁻1 ഡിവൈഡ് ബൈ -1 + c. ഇവിടെ cos മുകളിൽ കൊണ്ടുപോയി sec എന്ന് എഴുതുക. ആദ്യം തന്നെ അതാണ് ചെയ്യുന്നത്. പിന്നെ 1 - tan x പുട്ട് ചെയ്യുക. ഡിഫറൻസിയേഷൻ നടത്തുക. 1ൻ്റെ 0, tan x sec x dx = dt എന്ന് എഴുതുക. -sec x dx = dt എന്നായി. sec x dx = -dt. അപ്പോൾ ഇവിടെ sec x dx -dt/t square എന്നായി. മൈനസ് പുറത്തത്തെ dt/t square എന്നായി. മൈനസ് t square മുകളിലെത്തുമ്പോൾ t⁻² dt എന്നായി. സീക്കല്ലോ അപ്പം എത്തിയപ്പോൾ ഇവിടെയാണ് -t⁻1 ഡിവൈഡ് ബൈ -1 + c. 2 മൈനസും കൂടി പ്ലസ് ആവും. പിന്നെ t⁻1 + c എന്ന് എഴുതിയാൽ മതി.
ടി റേസ് മൈനസ് 1 എന്ന് പറഞ്ഞാൽ 1/t എന്ന് എഴുതുക. 1/t പ്ലസ് സി എന്ന് എഴുതുക. ബേസിക്കലി 1/t എന്ന് പറഞ്ഞാൽ എത്ര? 1 മൈനസ് ടാൻ എക്സ് പ്ലസ് സി. 1/1 മൈനസ് ടാൻ എക്സ് പ്ലസ് സി എന്നാണ് എൻ്റെ ആൻസർ. കംപ്ലീറ്റ് സിംപ്ലിഫൈ ആണ് എങ്ങനെ ഉണ്ടാകുക. ഇല്ലെങ്കിൽ എവിടെയാണോ സിംപ്ലിഫൈ നടത്തുന്നത് അവിടെ ടീൻ്റെ വരെ കൊടുത്താൽ മതി. ഡിഫറൻസിയേഷൻ നടത്തി അവിടുന്ന് ടീൻ്റെ വരെ കൊടുക്കുക. ഇപ്പോൾ ടി റേസ് മൈനസ് 2 ഇൻ്റഗ്രൽ ടി റേസ് മൈനസ് 1/-1. കംപ്ലീറ്റ് സിംപ്ലിഫൈ ആണെങ്കിൽ മൈനസും മൈനസും കൂടി പ്ലസ് ആയി പോകും. പിന്നെ ടി റേസ് മൈനസ് 1 ഉണ്ടാവും. ടി റേസ് മൈനസ് 1ന് 1/t എന്ന് എഴുതാം. എന്നിട്ട് ടീൻ്റെ വരെ കൊടുക്കുമ്പോൾ 1/1 മൈനസ് ടാൻ എക്സ് പ്ലസ് സി. നമ്മൾ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ നമ്പർ 88 ആണ്. ഇൻ്റഗ്രൽ ഓഫ് കോസ് റൂട്ട് എക്സ് ഡിവൈഡ് ബൈ റൂട്ട് എക്സ് ഡി എക്സ്. കോസ് റൂട്ട് എക്സ് ഡിവൈഡ് ബൈ റൂട്ട് എക്സ് ഡി എക്സ്. റൂട്ട് എക്സും വെട്ടൊന്നുമില്ല കേട്ടോ. ഇത് ആംഗിളാണ്. ഇവിടുത്തെ മോളുടെ റൂട്ട് എക്സിനാൽ കോസിൻ്റെ ഒരു ആംഗിളാണ്. മറ്റേ റൂട്ട് എക്സ് ആണ്. കോസ് റൂട്ട് എക്സ് ഡിവൈഡ് ബൈ റൂട്ട് എക്സ് ഡി എക്സ്. റൂട്ട് എക്സിന് ഡിനോമിനേറ്ററിൽ റൂട്ട് എക്സിന് ടീന്ന് പുട്ട് ചെയ്യാം. റൂട്ട് എക്സിന് ടീന്ന് പുട്ട് ചെയ്യുമ്പോൾ എന്താ വരിക? റൂട്ട് എക്സിന് ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ്. ഇപ്പോൾ 1/2 റൂട്ട് എക്സ് ഡി എക്സ് ഡി ടി ആയി. അപ്പോൾ 1/റൂട്ട് എക്സ് ഡി എക്സ് എന്താ പറയുക? 2 ഡി ടി. ഈ 2 മുകളിലെത്തും. ഇവിടുത്തെ 2 അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/റൂട്ട് എക്സ് ഡി എക്സ് 2 ഡി ടി എന്നുണ്ടാവും. ഇത് ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? കോസ് റൂട്ട് എക്സ് ഇൻറ്റു 1/റൂട്ട് എക്സ് ഡി എക്സ് എന്നാണ്. കോസ് റൂട്ട് എക്സ് ഇൻറ്റു പിന്നെ 1/റൂട്ട് എക്സ് ഡി എക്സ്. ഇപ്പോൾ കോസ് റൂട്ട് എക്സിന് ടി. അപ്പോൾ കോസ് ടി ഇൻറ്റു 1/റൂട്ട് എക്സ് ഡി എക്സ് 2 ഡി ടി. 2 പുറത്തെടുത്താൽ കോസ് ടി ഡി ടി. 2 കോസ് ടി ഡി ടി. കോസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ സൈൻ എക്സ്. കോസ് ടീൻ്റെ ഇൻ്റഗ്രൽ സൈൻ ടി. 2 സൈൻ ടി പ്ലസ് സി അല്ലെങ്കിൽ 4 സൈൻ ടി പ്ലസ് സി അല്ലെങ്കിൽ 4 സൈൻ ടി എന്നാണ് റൂട്ട് എക്സ്. 4 സൈൻ റൂട്ട് എക്സ് ടു ഇൻറ്റു അവിടെ 2 2 എഴുതിപ്പോയിട്ട് 2 പ്രാവശ്യം 2 എഴുതിപ്പോയി. 2 ഇൻറ്റു കോസ് ടീൻ്റെ സൈൻ ടി ഡി ടി. അപ്പോൾ 2 സൈൻ ടി ഡി ടി എന്നുണ്ടാവും. 2 സൈൻ ടി ഡി ടി. കോസിൻ്റെ ഇൻ്റഗ്രൽ സൈനാണ്. 2 ഇൻറ്റു സൈൻ ടി. 4 ഉണ്ടാവില്ല. 2 ഇൻറ്റു സൈൻ ടി ഡി ടി. അവസാനം വരെ കൊടുക്കുമ്പോൾ 2 സൈൻ റൂട്ട് എക്സ് പ്ലസ് സി. ഇതാണ് ആൻസർ. 2 സൈൻ റൂട്ട് എക്സ് പ്ലസ് സി. ഒന്നുകൂടി റൂട്ട് എക്സിനെ പുട്ട് ചെയ്യാം. ഡിനോമിനേറ്ററിലുള്ള റൂട്ട് എക്സിന് ടീന്ന് പുട്ട് ചെയ്യാം. റൂട്ട് എക്സിനെ പുട്ട് ചെയ്യുമ്പോൾ റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് 1/2 റൂട്ട് എക്സ്. റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ് ഡി എക്സ് ഡി ടി. 1/2 റൂട്ട് എക്സ് ഡി എക്സ് ഡി ടി. 2 നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ 1/റൂട്ട് എക്സ് ഡി എക്സ് 2 ഡി ടി. 2 കൊണ്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുമ്പോൾ 2 മോൾ എത്തും. 2 ഡി ടി എന്നാണ്. 1/റൂട്ട് എക്സ് ഡി എക്സ് 2 ഡി ടി. ഇപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് കോസ് റൂട്ട് എക്സ് ഇൻറ്റു 1/റൂട്ട് എക്സ് ഡി എക്സ്. ഇങ്ങനെ ഒന്ന് മാറ്റി. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. നല്ല കൂടി ക്ലിയർ ആകാൻ വേണ്ടിയാണ് കോസ് റൂട്ട് എക്സ് ഇൻറ്റു പിന്നെ 1/റൂട്ട് എക്സ് ഡി എക്സ്. കോസ് ടി റൂട്ട് എക്സിന് ടി ആണ്. അപ്പോൾ കോസ് ടി ഇൻറ്റു 1/റൂട്ട് എക്സ് ഡി എക്സ് 2 ഡി ടി എന്നാണ്. കോസ് ടീന് 2 ഡി ടി. 2 പുറത്തെടുത്താൽ കോസ് ടി ഡി ടി. ഇപ്പോൾ 2 ഇൻറ്റു കോസ് എക്സിൻ്റെ സൈൻ എക്സ്. കോസ് ടീൻ്റെ സൈൻ ടി. 2 ഇൻറ്റു സൈൻ ടി പ്ലസ് സി. 2 ഇൻറ്റു സൈൻ ടി പ്ലസ് സി ഈക്വൽ 2 സൈൻ ടി. 2 സൈൻ ടി എന്ന് പറഞ്ഞാൽ ടീൻ്റെ വില റൂട്ട് എക്സ്. ഇപ്പോൾ 2 സൈൻ റൂട്ട് എക്സ് പ്ലസ് സി. അപ്പോൾ നമ്മൾ റൂട്ട് എക്സിനാണ് ടീന്ന് പുട്ട് ചെയ്യുന്നത്. റൂട്ട് എക്സിന് ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ് ഡി എക്സ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/റൂട്ട് എക്സ് ഡി എക്സ് 2 ഡി ടി എന്നുണ്ടാവും. അപ്പോൾ അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കോസ് ടീന് 2 ഡി ടി എന്നാണ് വരിക. കോസ് ടീന് 2 ഡി ടിയിൽ 2 പുറത്തെടുക്കുമ്പോൾ കോസ് ടി ഡി ടി എന്നുണ്ടാവും. കോസ് എക്സ് ഡി എക്സ് പോലെ. ഇപ്പോൾ കോസ് ടി ഡി ടി എന്ന് പറഞ്ഞാൽ
സൈൻ ടി 2 സൈൻ ടി ടീൻ്റെ വില എടുക്കുമ്പോൾ 2 സൈൻ റൂട്ട് എക്സ് പ്ലസ് സി. ക്വസ്റ്റ്യൻ നമ്പർ 89. ഇൻ്റഗ്രൽ ഓഫ് റൂട്ട് ഓഫ് സൈൻ 2x കോസ് 2x ഡി എക്സ്. ഇവിടെ നമ്മൾ പുട്ട് ചെയ്യാൻ പോകുന്നത് സൈൻ 2x റൂട്ടിനുള്ളിലുള്ള സൈൻ 2xന് ടീന്ന് പുട്ട് ചെയ്യാം. റൂട്ടിനുള്ളിലുള്ള സൈൻ 2x ഉണ്ടല്ലോ, സൈൻ 2xന് പുട്ട് ചെയ്യണം. സൈൻ 2xന് ഡെറിവേറ്റീവ് എന്താണ്? കോസ് 2x ഇൻറ്റു 2 ഉണ്ടാവും. സൈൻ എക്സിൻ്റെ കോസ് എക്സ് ആകുമ്പോൾ സൈൻ 2xൻ്റെ കോസ് 2x ഇൻറ്റു 2 പിന്നെ ഡി എക്സ് സീകൾ ഡി ടി. അപ്പോൾ 2 കോസ് 2x ഡി എക്സ് സീകൾ ഡി ടി. കോസ് 2x ഡി എക്സ് സീകൾ ഡി ടി ഡിവൈഡഡ് ബൈ 2 ഇൻ്റഗ്രൽ ഓഫ് റൂട്ട് ഓഫ് സൈൻ 2xന് ടി എന്നാണ്. അപ്പോൾ റൂട്ട് ടി ഇൻറ്റു കോസ് 2x ഡി എക്സ് എന്ന് പറഞ്ഞാൽ അതാണ് ഡി ടി ബൈ 2. റൂട്ട് ടീന് ഡി ടി ബൈ 2 1/2 പുറത്തെടുത്താൽ റൂട്ട് ടി ഡി ടി എന്നായി. അപ്പോൾ 1/2 റൂട്ട് ടി എന്ന് പറഞ്ഞാൽ ടി റേസ് ടു 1/2 എന്നാണ്. റൂട്ട് എക്സ് എക്സ് റേസ് 1/2. ബട്ട് റൂട്ട് ടി എന്ന് പറഞ്ഞാൽ ടി റേസ് 1/2. പിന്നെ ടി റേസ് 1/2ൻ്റെ ഇൻറ്റഗ്രേഷൻ നടത്തിയാൽ ആൻസറായി. ഒന്നുകൂടിയും റൂട്ട് സൈൻ 2x കോസ് 2x ഡി എക്സ് എന്നാണ് ക്വസ്റ്റ്യൻ. റൂട്ടിനുള്ളിലുള്ള സൈൻ 2xന് ടി എന്ന് പുട്ട് ചെയ്യാം. സൈൻ 2xന് ഡെറിവേറ്റീവ് സൈൻ എക്സിൻ്റെ കോസ് എക്സ് പോലെ സൈൻ 2xൻ്റെ കോസ് 2x പോലെ ഇൻറ്റു 2 കൂടി ഉണ്ടാവും. 2xൻ്റെ ഡെറിവേറ്റീവായ 2 കൂടി ഉണ്ടാവും. ഡി എക്സ് ഈക്വൽ ഡി ടി. ഇപ്പോൾ 2 കോസ് 2x ഡി എക്സ് ഈക്വൽ ഡി ടി. കോസ് 2x ഡി എക്സ് ഈക്വൽ ഡി ടി 2 അങ്ങോട്ട് കൊണ്ടുപോകുക ഡി ടി ബൈ 2. ഇവിടെ കോസ് 2x ഡി എക്സ് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഡി ടി ബൈ 2 എന്ന് കൊടുക്കാമല്ലോ. റൂട്ട് ടി ഇൻറ്റു ഇത് ടി ആണ്, സൈൻ 2x ടി ആണ്. അപ്പോൾ റൂട്ട് ടി ഇൻറ്റു ഡി ടി ബൈ 2 1/2 പുറത്തെത്താൽ റൂട്ട് ടി ഡി ടി 1/2 ഇൻറ്റു റൂട്ട് ടി എന്ന് പറഞ്ഞാൽ ടി റേസ് 1/2 ആയി. ഇനി 2 സ്റ്റെപ്പും കൂടിയുള്ളൂ. അവിടെ നമ്മൾ പുട്ട് ചെയ്യുന്നത് സൈൻ 2xനാണ് പുട്ട് ചെയ്യുന്നത്. റൂട്ടിനുള്ളിൽ പുട്ട് ചെയ്യുന്നത് ചിലപ്പോൾ ഡിനോമിനേറ്റർ പുട്ട് ചെയ്യാം. കുറേ എഴുതി പഠിച്ചാലേ ക്ലിയർ ആവുള്ളൂ. അപ്പോൾ സൈൻ 2xനെ പുട്ട് ചെയ്താൽ സൈൻ 2xന് ഡെറിവേറ്റീവ് കോസ് 2x ആദ്യം ചെയ്ത് ഇൻറ്റു 2 കൂടി വേണം. പിന്നെ ഡി എക്സ് ഡി ടി എന്നുണ്ടാവും. ഈ സൈഡിൽ ഡി എക്സും ആ സൈഡിൽ ടി ടിയും. ഇപ്പോൾ 2 കോസ് 2x ഡി എക്സ് ഡി ടി എന്നായി. കോസ് 2x ഡി എക്സ് ഡി 2 അങ്ങോട്ട് ഉണ്ടാവും. ഡി ടി ബൈ 2 എന്നായി. അപ്പോൾ ഇത് ഡി ടി ബൈ 2 എന്നാവും. ഇത് റൂട്ട് ടി എന്നാവും. റൂട്ട് ടി ഇൻറ്റു ഡി ടി ബൈ 2 1/2 പുറത്തെത്താൽ റൂട്ട് ടി ഡി ടി 1/2 റൂട്ട് ടി ടി റേസ് 1/2 എന്ന് എഴുതാം. ഇനി ടി റേസ് 1/2ൻ്റെ ഇൻ്റഗ്രൽ എന്താ വരിക? 1/2 ഇൻറ്റു റൂട്ട് ടി റേസ് 1/2 ടി റേസ് 1/2 പ്ലസ് 1/2 ഒന്നും കൂടി എത്ര വരിക? 3/2 എന്നുണ്ടാവും. അപ്പോൾ ടി റേസ് ടു 3/2 ഡിവൈഡ് ബൈ 3/2 പ്ലസ് സി. 1/2 ഇൻറ്റു ടി റേസ് ടു 3/2 ഡിവൈഡ് ബൈ 3/2 പ്ലസ് സി. 2 ഇൻറ്റു ക്യാൻസൽ ചെയ്യുമ്പോൾ ടി റേസ് ടു 3/2 ഡിവൈഡ് ബൈ 3 പ്ലസ് സി എന്നുണ്ടാവും. ടീൻ്റെ വില എന്ന് പറഞ്ഞാൽ സൈൻ 2x ആണ്. അപ്പോൾ സൈൻ 2x റേസ് ടു 3/2 ഡിവൈഡ് ബൈ 3 പ്ലസ് സി ഇതാണ് ആൻസർ. ഇപ്പോൾ ഹാഫ് ഇൻറ്റു റൂട്ട് ടീനെ ടി റേസ് 1/2 എന്ന് എഴുതാം. അപ്പോൾ ഹാഫ് ഇൻറ്റു 1/2 ഇൻറ്റു ടി റേസ് 1/2 ഇൻറ്റഗ്രൽ ടി റേസ് 1/2 പ്ലസ് ഒന്നും കൂട്ടണല്ലോ, 1 ആറ് 1.5 3/2. അപ്പോൾ ടി റേസ് ടു 3/2 ഡിവൈഡ് ബൈ 3/2 പ്ലസ് സി എന്ന് എഴുതാം. ഈ 2 ഇൻറ്റു കൂടെ ക്യാൻസൽ ചെയ്യും. പിന്നെ ടി റേസ് ടു 3/2 ബൈ 3 പ്ലസ് സി ഉണ്ടാവും. ടീൻ്റെ വില സൈൻ 2x ആണ്. അപ്പോൾ സൈൻ 2x റേസ് ടു 3/2 ഡിവൈഡ് ബൈ 3 പ്ലസ് സി. അവസാനം ടീൻ്റെ വില കൊടുക്കുക. ഇനി ഒറ്റ ക്വസ്റ്റ്യൻ കൂടി നമ്മൾ ചെയ്യാനുള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 90. ഇൻ്റഗ്രൽ ഓഫ് കോസ് എക്സ് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ എക്സ് ഡി എക്സ്. ഇൻ്റഗ്രൽ ഓഫ് കോസ് എക്സ് ഡി എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് സൈൻ എക്സ് ഡി എക്സ്. 1 പ്ലസ് സൈൻ എക്സിന് പുട്ട് ചെയ്യണം. 1 പ്ലസ് സൈൻ എക്സിന് പുട്ട് ചെയ്താൽ എന്താ വരിക? 1 0 ആണ്. സൈൻ എക്സിൻ്റെ കോസ് എക്സ് ആണ് നമുക്കറിയാം. ഡി എക്സ് സീകളിൽ ഡി ടി എന്നുണ്ടാവും. കോസ് എക്സ് ഡി എക്സ് സീകൾ ഡി ടി ഉണ്ടാവും.
കോസ് എക്സ് ഡി എക്സ് ഡി ടി. കോസ് എക്സ് ഡി എക്സിൻ്റെ മുകളിൽ തന്നെ അത് വരുന്നുണ്ട്. അപ്പോൾ കോസ് എക്സ് ഡി എക്സിന് ഡി ടി ബൈ റൂട്ട് 1 + sin x ടി ആണ്. അപ്പോൾ ഡി ടി ബൈ റൂട്ട് ടി ഉണ്ടാവും. ഡി ടി ബൈ റൂട്ട് ടി ഇനി സിംപ്ലിഫൈ ചെയ്താൽ മതി. ഡി ടി ബൈ ടി റേസ് 1/2 എന്നുണ്ടാവും. ടി റേസ് 1/2 മുകളിലെത്തുമ്പോൾ ടി റേസ് -1/2 ഡി ടി എന്നുണ്ടാവും. ആ രണ്ടോ സ്റ്റെപ്പ് കഴിഞ്ഞാൽ സിംപ്ലിഫിക്കേഷൻ കഴിഞ്ഞാൽ ടീനെ വിലയും കൊടുത്ത ആൻസറായി. ഒന്നിട്ട് നോക്കാം. കോസ് എക്സ് ബൈ റൂട്ട് 1 + sin x ആണ് ക്വസ്റ്റ്യൻ. 1 + sin x ടീനെ പുട്ട് ചെയ്യുക, ഡിഫറൻസിയേഷൻ നടത്തുക. 1ന് 0 സൈൻ്റെ കോസ് എക്സ് ഡി എക്സ് ഇക്വൽ ഡി ടി. അപ്പോൾ കോസ് എക്സ് ഡി എക്സ് ഇക്വൽ ഡി ടി എന്നായി. അപ്പോൾ മുകളിൽ കോസ് എക്സ് ഡി എക്സ് ആണ്. അപ്പോൾ ഡി ടി ബൈ റൂട്ട് ഓഫ് 1 + sin x ടി ആണ്. അപ്പോൾ ഡി ടി ബൈ റൂട്ട് ടി എന്നായി. ഡി ടി ബൈ റൂട്ട് ടീനെ ടി റേസ് 1/2 എന്ന് എഴുതാം. അപ്പോൾ ആ ടി റേസ് 1/2 മുകളിലെത്തുമ്പോൾ ടി റേസ് -1/2 ഡി ടി ഉണ്ടാവും. അപ്പോൾ ഈ റൂട്ടിനുള്ളിലാണ് പുട്ട് ചെയ്യുന്നത്. ഇവിടെ ഡിനോമിനേറ്ററിൽ തന്നെ റൂട്ടിനുള്ളിൽ 1 + sin x പുട്ട് ചെയ്യുക. അപ്പോൾ കോസ് എക്സ് ഡി എക്സ് ഡി ടി എന്നായി. അതോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കോസ് എക്സ് ഡി എക്സിന് പകരം ഡി ടി എന്ന് കൊടുക്കുമ്പോൾ ഡി ടി ബൈ റൂട്ട് ടി എന്നായി. ഡി ടി ബൈ റൂട്ട് ടി എന്ന് പറഞ്ഞാൽ ടി റേസ് 1/2 എന്ന് നമുക്കറിയാം. അപ്പോൾ ഡി ടി ബൈ ടി റേസ് 1/2 എന്ന് എഴുതാം. റൂട്ട് ടീനെ ടി റേസ് 1/2 എന്ന് എഴുതിയിട്ട് ടി റേസ് 1/2 മുകളിൽ പോകുമ്പോൾ ടി റേസ് -1/2 ഡി ടി എന്നായി. രണ്ട് സ്റ്റെപ്പ് കൂടി 1-2 സ്റ്റെപ്പ് കൂടി ആൻസറായി. സീകളിലും ടി റേസ് -1/2 ഇൻ്റഗ്രൽ -1/2 പ്ലസ് ഒന്ന് കൂട്ടണം. -1/2 ഒന്ന് കൂട്ടിയാൽ 1/2 എന്നാണ് വരിക. -1/2 ഒന്ന് കൂട്ടുമ്പോൾ 1/2. അപ്പോൾ ടി റേസ് 1/2 ഡിവൈഡ് ബൈ 1/2 പ്ലസ് സി ഉണ്ടാവും. ടി റേസ് 1/2 ഡിവൈഡ് ബൈ 1/2 പ്ലസ് സി. ഈ 1/2 ബൈ ഡിവൈഡ് ബൈ 1/2 തിരിഞ്ഞിട്ട് 2 ഇൻറ്റു ടി റേസ് 1/2 പ്ലസ് സി ഉണ്ടാവും. വേണമെങ്കിൽ 2 റൂട്ട് ടി എന്നൊക്കെ ചെയ്താൽ വേണമെങ്കിലൊക്കെ അങ്ങനെ ചെയ്താൽ, അല്ലെങ്കിൽ ഇവിടെ എത്തിയതിന് ശേഷം ടീൻ്റെ വില കൊടുത്താടെ വെച്ചായി. ടീൻ്റെ വില 1 + sin x എന്നാണ്. ഈ സ്റ്റെപ്പ് കൂടി എഴുതുകയാണെങ്കിൽ 2 × √1 + sin x പ്ലസ് സി. ഒന്നുകൂടി ഇവിടെ ഡി ടി ബൈ റൂട്ട് ടി എന്നായി. റൂട്ട് ടീനെ ടി റേസ് 1/2 എന്ന് എഴുതാം. ടി റേസ് 1/2 മുകളിലെത്തുമ്പോൾ ടി റേസ് -1/2 ഡി ടി എന്നായി. ഇതിന് ഇൻറ്റഗ്രേഷൻ നടത്തുമ്പോൾ ടി റേസ് -1/2 ഒന്ന് കൂട്ടണമല്ലോ. -1/2 ഒന്ന് കൂട്ടിയാൽ 1/2. ഇപ്പോൾ ടി റേസ് 1/2 ഡിവൈഡ് ബൈ 1/2 പ്ലസ് സി എന്നായി. ടി റേസ് 1/2 ഡിവൈഡ് ബൈ 1/2 പ്ലസ് സി. ഡിവൈഡ് ബൈ 1/2 എന്ന് പറഞ്ഞാൽ തലതിരിഞ്ഞ് കുടിക്കുമ്പോൾ 2/1 2 എന്നാവും. ഇപ്പോൾ 2 ടി റേസ് 1/2 പ്ലസ് സി. ഇവിടെ തീരെ ടീൻ്റെ വരെ കൊടുത്ത് നിർത്തിയാൽ മതി. വേണമെങ്കിൽ ടി റേസ് 1/2 റൂട്ട് ടി എന്ന് എഴുതാം. ടി റേസ് 1/2 എന്നാൽ റൂട്ട് ടി എന്നാണ്. അപ്പോൾ 2 റൂട്ട് ടി പ്ലസ് സി എന്ന് എഴുതാം. ടീൻ്റെ വില 1 + sin x. ഇപ്പോൾ 2 √1 + sin x പ്ലസ് സി. ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 19. അപ്പോൾ ടി റേസ് റൂട്ട് ടി എന്ന് അടിയിൽ വന്ന് അടിയിൽ ടി റേസ് 1/2 എന്ന് വന്ന് അത് മുകളിലെത്തുമ്പോൾ ടി റേസ് -1/2 എന്നായി. ടി റേസ് -1/2 ഇൻ്റഗ്രൽ -1/2 ഒന്ന് കൂട്ടുമ്പോൾ 1/2 ആയതുകൊണ്ട് ടി റേസ് 1/2 ഡിവൈഡ് ബൈ 1/2 പ്ലസ് സി എന്നായി. ആ ഡിവൈഡ് ബൈ 1/2 തിരിഞ്ഞിട്ട് 2 എന്നാവും. 2 ടി റേസ് 1/2 എന്നാവും. ടി റേസ് 1/2 വേണമെങ്കിൽ റൂട്ട് ടീന്ന് എഴുതാം. 2 റൂട്ട് ടി പ്ലസ് സി എന്ന് എഴുതാം. അവസാനം ടീൻ്റെ വില 1 + sin x ആയതുകൊണ്ട് 2 √1 + sin x പ്ലസ് സി. ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 90. ഇതിൽ നമ്മൾ ഇത്രയാണ് ചെയ്യുന്നത്. ഇന്ന് ഇത്ര ചെയ്യുന്നു. ഓക്കെ.